ഹായ്, വെൽക്കം ടു മോസ്ട്രാക്ക്. എക്സലിലെ ഡാറ്റ എൻട്രിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ഈ ചാനലിലുണ്ട്. ഇത് വേറൊരു മെത്തേഡിൽ, അതായത് ഫോം ഉപയോഗിച്ചിട്ട്. ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ ബേസിക്കോ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റിങ്ങോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. എക്സലിൽ തന്നെ ഉള്ള ഒരു ഫംഗ്ഷനാണ് ഫോം. ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം എക്സൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഡാറ്റ എൻട്രി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനാദ്യമായിട്ട് ആ മെനു നമുക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റില്ല. നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എക്സൽ ഓപ്ഷൻസിലേക്ക് പോവുക. ഓപ്ഷൻസിലേക്ക് പോയിട്ട് കസ്റ്റമൈസ് എടുക്കുക. ഇവിടെ ഓൾ കമാൻഡ്സ് എടുക്കുക. ഓൾ കമാൻഡ്സ് എടുത്ത ശേഷം ഇതിൽ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യാം. എഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഫോംസ് കാണാം. ഫോംസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കിട്ടി. ഓക്കെ അടിക്കുന്നു. ഇവിടെ ആ ഫോം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് നമുക്കിവിടെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഡാറ്റ അടിക്കുന്നെങ്കിൽ നമ്മൾ എൻട്രി അടിച്ച് ആരോ കീ ഉണ്ടോ, അല്ലെങ്കിൽ എൻട്രി കീ വലത്തോട്ടാണ് പോകുന്നത്, അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അപ്പം വീണ്ടും നമുക്ക് ഇപ്പോഴേക്ക് തിരിച്ച് വരണം. അതായത് ഈ ലൈന് കഴിഞ്ഞു, വീണ്ടും മൗസിനോട് ഇവിടെ കൊണ്ടുവന്നു, അങ്ങനെ അടിച്ച് പിന്നെ വീണ്ടും ഇപ്പുറത്ത്, അങ്ങനെ ഒരുപാട് എന്താ പറയുക, ടൈം കൺസ്യൂമിംഗ് ആണ്. അതിന് പകരം നമ്മൾ ഈ ഡാറ്റയിൽ ബാക്കി കുറച്ച് ഡാറ്റ കണ്ടിന്യൂ ചെയ്യാനുണ്ട്, എൻട്രി ചെയ്യാനുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം വരും. ഫോം ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ജനറേറ്റ് ആവും. പക്ഷേ കുറച്ചും കൂടി ഒരു എളുപ്പമാർഗ്ഗത്തിന് വേണ്ടി, അതായത് കുറച്ചും കൂടി ആ ഫോം അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിളായി കിട്ടാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പോയി ടേബിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യുക. മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറയുന്നുണ്ട്, അതായത് ഹെഡർ ഉണ്ടല്ലോ, ഓക്കെ അടിക്കുക. ഇപ്പം കളർ മാറി ഓട്ടോമാറ്റിക് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് കാണുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ മാറ്റാം. നമുക്ക് അതിൻ്റെ കളർ മാറ്റി ബ്ലാക്ക് ആക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി റെഡ് ആക്കാം. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ടോട്ടൽ കോളം ഇക്വേഷനാണ്, അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഡാറ്റ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് ഈ ഫോം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ രാജു, കണ്ണൂർ, മാർക്കൊക്കെ കാണിക്കുന്നത് ടോട്ടൽ എഡിറ്റബിൾ അല്ല, കാരണം ടോട്ടൽ ഇക്വേഷൻ ആയതുകൊണ്ട് അത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത മെത്തേഡിലുള്ളത്. ഇപ്പോൾ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യാം. ഈ ഓൾറെഡി ഉള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യാം. മുമ്പത്തെ ഫൈൻഡ് ചെയ്യാം, പിറകോട്ട് പോകാം. ക്രൈറ്റീരിയ നമുക്ക് അടുത്ത ലാസ്റ്റ് നോക്കാം. ഇതിപ്പം താഴോട്ടേക്ക് 1 of 3 3 റെക്കോർഡാണ് ഉള്ളത്. ഇനി നമ്മൾ ന്യൂ അടിച്ച ശേഷം ഒരു മോസ്ട്രാക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടാബാണ്. നെക്സ്റ്റിലേക്ക് പോകാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടാബാണ്. പക്ഷേ അവസാന കീയിൽ എൻട്രി എത്തുമ്പോൾ ഒന്നുകിൽ നെക്സ്റ്റ് ടാബ് അടിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ന്യൂവിലേക്ക് മെനു കഴ്സർ എത്തും. വീണ്ടും ഒന്ന് എൻട്രി അടിക്കുക. അതല്ലെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് എൻട്രി അടിക്കാം. അതല്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം, ന്യൂ റെക്കോർഡ് പ്രസ് ചെയ്യാം. ഷീറ്റ് 1 എന്ന് കാണിക്കുന്നത് ഷീറ്റിൻ്റെ പേരാണ്. ഈ ഷീറ്റിൻ്റെ പേരാണ് ഷീറ്റ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ എൻട്രി അടിക്കുകയാണ്. എൻട്രി അടിക്കുന്നതോടുകൂടി നമുക്കറിയാം ഇവിടത്തേക്ക് ഡാറ്റ കയറി വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അവസാനത്തെ ഡാറ്റയായിട്ട് അത് എൻട്രി ചെയ്തു. നമുക്കിനി ഒന്നും കൂടി നോക്കാം. എൻട്രി അടിക്കുമ്പോൾ ഡാറ്റ കയറി. അങ്ങനെ ഇനി തൊട്ടടുത്ത് നമ്മൾക്ക് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ക്രൈറ്റീരിയയിൽ ഇപ്പം ഇവിടെ കണ്ണൂർ 2 ആളുണ്ട്. നോക്കാം. ക്രൈറ്റീരിയ ക്ലിക്ക് ചെയ്തു. ബ്ലാങ്ക് ആയിട്ട് കാണാം. ക്രൈറ്റീരിയ കൊടുക്കണം. അത് നമ്മൾ എന്താണ് ക്രൈറ്റീരിയ കൊടുക്കുന്നത്? ഡിസ്ട്രിക്റ്റ് കണ്ണൂർ എന്നുള്ളത് കളിച്ചു. ഇനി കണ്ണൂർ എന്ന് ഫുൾ അടിക്കുന്നില്ല. ഫൈൻഡ് നെക്സ്റ്റ്, ഫൈൻഡ് പ്രീവിയസ്, ഫൈൻഡ് നെക്സ്റ്റ്. ഈ 2 റെക്കോർഡ് ആണ് നമ്മൾക്ക് കാണിക്കുന്നത്. കണ്ണൂർ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് ക്രൈറ്റീരിയ കൊടുത്തുകൊണ്ട് കണ്ണൂരുള്ള 2 എണ്ണമാണ് കാണിക്കുന്നത്. ഇനി അടിച്ചു. ക്രൈറ്റീരിയ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ക്രൈറ്റീരിയ നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ഇനി വീണ്ടും ഫോം. അപ്പം ന്യൂ ഫോമിലേക്ക് എത്തി. വീണ്ടും ഡാറ്റ റെക്കോർഡ് ചെയ്യും. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ക്ലോസ് ആവും. വീണ്ടും ഡാറ്റ എൻട്രി എന്ന് തോന്നുമ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. പ്രസ് ചെയ്യുക, പുതിയ ഡാറ്റ എൻട്രി ചെയ്യുക. ഈ ഡാറ്റ എൻട്രി ഫോമിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.